നിന്റെ എന്നൊക്കെ വിളിക്കാനായിട്ട് നീ നിന്റെ തമ്മിൽ വിളിച്ചത് ഞാൻ വിളിച്ചില്ലല്ലോ സർ. അത് ഞാൻ വിളിച്ചോ? അതിലും വലുത് വിളി കേൾക്കേണ്ട ആളാണ് താങ്കൾ. അതിലും വലുത് കേൾക്കേണ്ട ആളാണ് താങ്കൾ. താങ്കൾ ഈ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ അതിലും വലുത് കേൾക്കേണ്ട ആളാണ്. റിപ്പോർട്ടർ ചാനലിൽ നടന്ന അക്രമത്തെ കുറിച്ചിട്ട് എന്തൊരു വിഷമമാണെന്നേ. കൈരളി ചാനലല്ലോ, ഈ റിപ്പോർട്ടർ ചാനൽ നടന്നത് തെറ്റാണെന്ന് പറയല്ലേ ഞാൻ. അതുപോലെ നിങ്ങൾ പറയോ ഏഷ്യനെറ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം തെറ്റാണെന്ന് പറയോ? ഈ പറഞ്ഞ ഹാഷ്മിയെ, ശ്രീകണ്ഠൻ നായരും അതുപോലെ 24 ന്യൂസിലുള്ള പ്രവർത്തകരെ മുഴുവൻ ആക്ഷേപിച്ച് തെറ്റാണെന്ന് നിങ്ങൾ പറയോ? അഖില നന്ദകുമാറിനെതിരെ കേസ് തെറ്റാണെന്ന് പറയോ? അതുപോലെ ഷൂ എറിഞ്ഞതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകർക്ക് എതിരെടുത്ത കേസ് തെറ്റാണെന്ന് പറയോ? അതുപോലെ പറയാൻ ആർജവം വേണം. ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ അത് തെറ്റാണെന്ന് പറയട്ടാ. നിങ്ങളുടെ ഭാഗം തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത്, അത് ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ചെയ്തിട്ടാ. അതിനുള്ള ആർജവം ഇല്ലാത്ത ആളുകൾ ഞങ്ങളെ നിയമം പഠിപ്പിക്കില്ല. അതല്ല ഉദ്ദേശം. നിന്റെ ഉളുപ്പന്വേഷിക്കാന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് ഞാൻ പറയും. അത് ജിൻഡോ അത് അതിനെ തെറ്റായി കാണട്ടെ. നിന്റെ ആവർത്തിച്ച് വിളിക്കും. നിങ്ങൾ AKG സെന്ററിലെ ആ പിണറായി വിജയനെ വിളിച്ചാൽ മതി. കേട്ടില്ലേ? പിണറായി വിജയനെ വിളിച്ചാൽ മതി. ആ പി കെ ശശി പീഡിപ്പിക്കുമ്പോ തീവ്രത അടക്കാൻ പോയ ആ ശ്രീമതി. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാഹുൽ മാങ്കുളത്തിൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് രോഗവിവരങ്ങൾ പറഞ്ഞു മരുന്ന് കുറിപ്പടി കൊടുത്തു. അദ്ദേഹത്തെ നിങ്ങൾ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് സമരക്കേസിൽ പിടിച്ച് അകത്തിട്ടപ്പോ അദ്ദേഹം മരുന്ന് കഴിക്കുന്ന മരുന്നിന്റെ കുറിപ്പടി കൊടുത്ത് ജാമ്യം കിട്ടിയിട്ടുണ്ടോ? അല്ലാതെ പി ജയരാജനെ പോലെ ബോധക്ഷയം അഭിനയിച്ച് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ആംബുലൻസിൽ യാത്ര നടത്തിയില്ലല്ലോ. ആംബുലൻസിൽ യാത്ര നടത്തിയോ? കൊലക്കേസിലെ പ്രതിയായിട്ട്. ഒരു കയ്യബദ്ധം. നിങ്ങൾക്ക് രാഹുൽ മാങ്കുളത്തിനെ മാത്രം നന്നാക്കിയാൽ മതിയോ? എല്ലാവരും നന്നാക്കണമെന്ന് പറയാൻ എന്താ നട്ടലില്ലാത്ത പോകുന്നത്? എന്താ നാവ് ഉയരാത്തത്? സ്വന്തം പാർട്ടിയിലെ MLA ആയിട്ടുള്ള CK പത്മനാഭന്റെ മകളെ കയ്യിൽ പിടിച്ച കേസിലെ പ്രതിയെ സംബന്ധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചിട്ട് കൈയടിച്ചു കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ DYFI നേതാവ് എന്നെ മാന്യത ആദ്യം പിണറായി മുമ്പിലെ ഒന്ന് കമാൽ മിണ്ടി പഠിക്കും, ഒന്ന് കമാൽ മിണ്ടി പഠിക്കും, ഒന്ന് സമരം ചെയ്യും, ഒന്ന് ക്ലിഫ് ഹൗസ് ആക്കി സമരം ചെയ്യും. ഒരു സമരം തോന്നിവാസം ചെയ്താൽ പറയും. ഇങ്ങനെയൊക്കെ ഞാൻ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായി.